അല്ലേ? ചെറിയൊരു നെറ്റിന്റെ പ്രോബ്ലം, സാരമില്ല. ഓക്കെ, നമ്മുടെ ലെസൺ ആണ്. ലെസന്റെ വോയിസ് ആണ് കേൾക്കുന്നത്. ചിത്രം സഹിതം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് വാസ് എ കോൾഡ് വിന്റർ ഡേ. ആസ് ഓൾവേസ് അലി വാസ് ഡ്രീമിംഗ് ഓഫ് ഹോട്ട് മീൽ. സി, അലി ഇവിടെ ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. ടുഡേ വെദർ ഐ വിൽ ഗെറ്റ് എ ഗുഡ് മീൽ ഓർ നോട്ട്. ഓക്കെ, കെൻ യു സീ ദ സ്ക്രീൻ? കേൾക്കുന്നുണ്ടോ പറയുന്നതൊക്കെ? സ്ക്രീനിൽ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. Okay, now say one man is there and he is giving a piece of bread and he telling, here please take it. ഇത് എടുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് ഇറ്റ് ഡൗൺലോഡ്. സ്ലോ. So it's telling, bless you good man. Okay, thank you എന്ന് പറയാണ്. Okay, then here one man is there. So Ali is now thinking, if only I could have a bowl of soup. What he is thinking? If I get a bowl of soup, then I would have a full meal. And just see, think, if you are so hungry and if you get a piece of bread, what you will think? നമുക്ക് ഒരു നല്ല വിശപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇപ്പം ബ്രെഡിന്റെ കഥ, നമ്മളുടെ ഇവിടെ ബ്രെഡിന് പകരം ചോറ് തരിക എന്ന് വെച്ചു. ചോറ് മാത്രം തന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? കുറച്ച് ചിക്കൻ കറി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് വുഡ് ബി വെരി നൈസ് എന്ന് ചിന്തിക്കും അല്ലെ? കുറച്ച് ചിക്കൻ കറി കൂടെ കിട്ടുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കത്തില്ലേ? ഓക്കെ, ലൈക്ക് ദാറ്റ് വേ. See, this boy also was thinking. He got only bread, so he is thinking, if I get a bowl of soup, then the meal would be very nice. It would be a full meal. എന്ന് പറഞ്ഞാൽ നല്ല ഒരു മീൽ ഭക്ഷണമായേനെ. ഈ ഉണക്ക ബ്രെഡ് തന്നെ എങ്ങനെ തിന്നുന്നേ? എന്തെങ്കിലും ഇച്ചിരി സൂപ്പും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. നമ്മൾ ബ്രെഡൊക്കെ ചായയിലൊക്കെ മുക്കി കഴിക്കാറുണ്ടോ നിങ്ങളൊക്കെ? ബ്രെഡ്, ബണ്ണ് ഇങ്ങനെയുള്ളതൊക്കെ ചായയില് പാലിലൊക്കെ മുക്കി കഴിക്കാറുണ്ടോ? എന്തിനാ? കുറച്ചുകൂടി ടേസ്റ്റ് തോന്നും അല്ലെ? ഈസി ആയിട്ട് തൊണ്ടയിൽ ഇറങ്ങും. അപ്പൊ ലൈക്ക് ദാറ്റ് വേ അലി ഓൾസോ വാസ് തിങ്കിങ്, ഇഫ് ഐ ഗെറ്റ് എ ബൗൾ ഓഫ് സൂപ്പ്, ഇറ്റ് വുഡ് ബി വെരി ടേസ്റ്റി, വെരി നൈസി. നല്ലതായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, ദെൻ നിയർ ഇൻ കീപ്പർ എന്ന് പറഞ്ഞാല്, ഇൻ എന്ന് പറഞ്ഞാൽ സത്രം, INN മീൻസ് സത്രം എന്ന് വെച്ചാല് ഒരു ഹോട്ടൽ പോലെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു, താമസിക്കാൻ സൗകര്യമൊക്കെ ഒരുക്കുന്നു, ലോഡ്ജ് ഒക്കെ ഇല്ലേ, ലൈക്ക് ദാറ്റ് വേ. സോ ഹി വെന്റ് ടു ദ ഷോപ്പ് കീപ്പർ. ദിസ് മാൻ ഈസ് ദ ഇൻ കീപ്പർ. ഹി ഈസ് എ ക്രൂവൽ മാൻ. ഹി ഈസ് നോട്ട് സോ കൈൻഡ്. ക്രൂവൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദുഷ്ടൻ.
കുറച്ച് ദുഷ്ടൻ, അവൻ അത്ര വലിയ കൈൻഡ് ഒന്നുമല്ല, ദയൊന്നുമില്ല, മനുഷ്യനോട് വലിയ. ഇൻകീപ്പർ, ഇൻ എന്ന് പറഞ്ഞാൽ സത്രം എന്നാണ് അർത്ഥം. അതായത് പണ്ട് കാലത്തൊക്കെ സത്രം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മിസ് മീനിങ്സ് എല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ, മക്കൾ വിഷമിക്കേണ്ട. അർത്ഥമൊക്കെ അറിയത്തില്ല, ഇപ്പൊ ചോദിച്ചോ, മിസ് പറഞ്ഞു തരാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഇൻ എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ ഇപ്പൊ ഉള്ള ലോഡ്ജ് പോലെയുള്ള സ്ഥലം, ഹോട്ടൽ പോലെയുള്ള സ്ഥലം, താമസിക്കാനുള്ള സൗകര്യം, ഫുഡൊക്കെ കിട്ടുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ലോങ് ജേർണി ഒക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലമായിരുന്നു. സോ ഇൻ കീപ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് ആയിട്ടുള്ള ആള്, ലോഡ്ജിന്റെ ഓണറില് എന്ന് പറഞ്ഞ പോലെ. സോ ദിസ് മാൻ ഈസ് ദ ഇൻ കീപ്പർ. അപ്പൊ അവിടെ ചെന്നിട്ട് ഹി ആസ്ക്ഡ് ഫോർ എ ലിറ്റിൽ ഫുഡ്, കുറച്ച് ഫുഡിന് ചോദിച്ചു. ഫുഡിനല്ല, അലി വെന്റ് ടു ദ നിയറസ്റ്റ് ഇൻ, അടുത്തുള്ള ഇന്നിന്റെ അടുത്ത് പോയി. എന്നിട്ട് ഇൻ കീപ്പർ വാസ് റൂഡ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റൂഡ്? റഫ്, കുറച്ച് റഫ് ആയിട്ടുള്ള ആളായിരുന്നു. അതായത് മയമൊന്നുമില്ല, നല്ല മര്യാദക്കൊന്നും ഇടപെടാത്ത ഒരാളായിരുന്നു. ഓക്കെ, ആൻഡ് സോ അവിടെ ചെന്നപ്പോൾ എന്താ പറഞ്ഞ? നോ ബെഗേഴ്സ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബെഗർ? ബെഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡു യു നോ? ബെഗർ മീൻസ് ഭിക്ഷ യാചിക്കുന്നവര്. അതായത് ഭക്ഷണമില്ലാത്തത് നമ്മളോടൊക്കെ ചോദിക്കില്ല. നമ്മൾ ടൗണിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആൾക്കാർ? എന്തെങ്കിലും തരണ, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു വരികയല്ലേ, ലൈക്ക് ദാറ്റ് വേ. സോ വെൻ അലി വെന്റ് ടു ദിസ് മാൻ ഈസ് ടെല്ലിങ് നോ ബെഗേഴ്സ് ഹിയർ. ഇവിടെ ആരും പിച്ചക്കാരൊന്നും പറയണ്ട. മൂവ് അവേ ക്വിക്ക്ലി, മൂവ് അലോങ് ക്വിക്ക്ലി മീൻസ് മൂവ് അവേ ഫ്രം ഹിയർ. പെട്ടെന്ന് ഇവിടെ ഇറങ്ങിപ്പോക്കെ, ഇവിടെ നിങ്ങൾക്കൊന്നുമില്ല, പിച്ചക്കാർക്കൊന്നുമില്ല. ഇവിടെ കാശൊക്കെ തന്നിട്ട്, പൈസ ഒക്കെ തന്നിട്ട് ഭക്ഷണം വാങ്ങുന്നവർക്കേ ഉള്ളൂ. മൂവ് അവേ ഫ്രം ഹിയർ. അലീസ് സ്റ്റൊമക്ക്. വാട്ട് ഈസ് സ്റ്റൊമക്ക്? സ്റ്റൊമക്ക് മീൻസ് വാട്ട് ഇഫ്ര? സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ എന്താ മോളെ? വയറ്. ഓക്കെ, അലീസ് സ്റ്റൊമക്ക് ഗ്രൗൾഡ് വിത്ത് ഹങ്കർ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹങ്കർ? ഗ്രൗൾഡ് എന്ന് പറഞ്ഞാൽ കരയുക. അപ്പൊ എന്ന് പറഞ്ഞാല് അലീസ് സ്റ്റൊമക്ക് ഗ്രൗൾഡ് വിത്ത് ഹങ്കർ മീൻസ് അലി വാസ് വെരി ഹംഗ്രി. ഹി വാസ് വെരി ഹംഗ്രി. ഓക്കെ, യെസ് യെസ്, പറഞ്ഞോ മുത്തേ. Who is that? Hanna. Okay, no problem. Attend the class. Continue. Okay. So Ali's stomach growled with hunger. He was very hungry. Then what he was thinking? I will hold this loaf over the steam. What is the meaning of steam? You know? Do you know what is steam? Steam means the water which comes after boiling. Means if we boil anything, water will come out. That is steam. അതായത് നീരാവി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പൊങ്ങി വരും അല്ലെ. സോ ഹി ഈസ് ടെല്ലിങ് ഐ വിൽ ഹോൾഡ് ദിസ് ലോഫ് ഓവർ ദ സ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഇയാള് ഒരു ഇൻകീപ്പറിന്റെ അടുത്ത് പോയി നമ്മൾ കണ്ടു ഹി വാസ് ബോയിലിംഗ് സൂപ്പ് ബോയിൽ ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇവൻ പറയുകയാണ് ആ സൂപ്പ് ഇങ്ങനെ എടുത്തോണ്ട് പോകുമ്പോൾ അതിന്റെ മേളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ഈ സൂപ്പിന്റെ സ്മെൽ ഓഫ് ദാറ്റ്, അതായത് ഇതിന്റെ സ്റ്റീം അടിക്കും, തിളച്ചു വന്നതല്ലേ, നല്ല ചൂട് ഇങ്ങനെ ആവി പൊങ്ങുന്നല്ലേ. സോ ഇഫ് ഹി ഹോൾഡ് ദാറ്റ് ബ്രെഡ് ഓവർ ദാറ്റ് സൂപ്പ്, ഇറ്റ് ദ സ്റ്റീം ഓഫ് ദാറ്റ് സൂപ്പ് മേ ടച്ച് ദ ബ്രെഡ്. അതായത് അതിനെ ടച്ച് ചെയ്യും, ഇങ്ങനെ മേളിലേക്ക് ആവി പൊങ്ങുന്നതിന്റെ മേളിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും, സൂപ്പിന്റെ സ്മെല്ലൊക്കെ കിട്ടും. സോ ഹി ഈസ് ടെല്ലിങ് മേ ബി ദ ഫ്ലേവർ ഓഫ് ദിസ് ഡെലീഷ്യസ് സൂപ്പ് വിൽ സോക്ക് ഇൻ ടു ദ ബ്രെഡ്. സോ ഈ ബ്രെഡ്, കയ്യിലിരിക്കുന്ന ബ്രെഡ് ആ സൂപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ, മുകളിൽ ഇങ്ങനെ പിടിച്ചാൽ മതി, അല്ലാതെ സൂപ്പിനകത്ത് മുക്കുന്നൊന്നുമില്ല, സോപ്പ് കുടിക്കുന്നുമില്ല. അപ്പം ആ ബ്രെഡിലേക്ക് ഇതിന്റെ സ്മെല്ലൊക്കെ കിട്ടുമല്ലോ എന്ന് ഇവനിങ്ങനെ പറയണം. മേ ബി so what he is doing here? soup ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ, കണ്ടോ? Can you see this? So he has kept the soup and this boy Ali is holding the bread over that. ഇതിന്റെ മേളിൽ ഇങ്ങനെ പിടിക്കാം, അതിനകത്ത് മുക്കിയിട്ടൊന്നുമില്ല, പക്ഷെ മേളില്, അതായത് ഇതിൽ നിന്ന് steam is coming out, isn't it? So when this steam touches this bread, he think that it may be tasty. അത് tasty ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. Then the innkeeper howled in anger.
See this innkeeper ഇല്ലേ ദുഷ്ടനല്ലേ? ഈ ദുഷ്ടനായ innkeeper എന്ത് ചെയ്തു? He howled in anger. What is the meaning of anger? Anger means anger, A-N-G-R. Anger means what, Hannah? Patient. Okay. He howled in anger. What is the meaning of howled? Shouted. He said very loudly. എന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് അലറി. എന്തിനാണ് ഇവന് ഇത് റൂഡാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഇവന് this bread he has just hold it over the അതിന്റെ മേളിൽ ഇങ്ങനെ പിടിച്ചു, അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് അലറി. Then what did what did he call him? You soup stealer. What is the meaning of steal? Stealing എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? What is the meaning of steal? Stealing means you are a soup stealer. What did that man call him? Ali, you are a thief, stealer. Soup മോഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞു. പാവം. Did he steal this? Okay. Did he steal actually? മോഷ്ടിച്ചായിരുന്നോ? അലി നോ. അവൻ ജസ്റ്റ് ഒന്ന് പിടിച്ചതേ ഉള്ളൂ അവിടെ അതിന്റെ മേളിൽ. അതിനകത്ത് മുമ്പ് ഒന്നും ചെയ്തില്ല. ആവി എന്തായാലും അത് മേളിലോട്ട് പോകുന്നല്ലേ. ജസ്റ്റ് അത് എന്റെ ബ്രെഡിൽ ഒന്ന് തട്ടിയാൽ എനിക്ക് കുറച്ച് മണം കിട്ടുമല്ലോ എന്ന് കരുതിട്ട് ചെയ്തല്ലേ. So he is telling, sir, I am not thief. I am not a thief. I was only trying to capture the flavor from the steam. ഞാൻ ആ സ്റ്റീമിൽ നിന്നും പുറത്തോട്ട് പോകുന്ന ആവിയിൽ നിന്നും സ്റ്റീമിൽ നിന്നും കുറച്ച് ഫ്ലേവർ, അതിന്റെ ഇത് എന്താ പറയുന്നത്, ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ്, രുചി, അത് എന്റെ ബ്രെഡിലേക്ക് ഒന്ന് പറ്റിക്കാൻ നോക്കിയതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്തില്ല. സോ ഐ ആം നോട്ട് തീഫ്, ഐ വാസ് ഓൺലി ട്രൈങ് ടു ക്യാപ്ചർ ദ ഫ്ലേവർ ഫ്രം ദ സ്റ്റീം. See this man, he was a cunning innkeeper. He was a cunning man. What is the meaning of cunning? Cunning means സൂത്രശാലി. Okay, this cunning innkeeper, he had an idea. ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. എന്ത് ഐഡിയ ആണ്? ഡൊമിനിക് കിട്ടോ? ക്ലാസ് ശ്രദ്ധിക്കണം മുത്തേ. Okay, he got an idea. What idea? He is telling, you have to pay for the smell of my soup. എന്ന് പറഞ്ഞാൽ എന്റെ സൂപ്പിന്റെ സ്മെല്ലിന് നീ പൈസ അടയ്ക്കണം. ശരിയാണത്. നമ്മളിപ്പം ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങി കഴിക്കുന്നു, ദോശ, ചപ്പാത്തി, പൊറോട്ട, ലൈക്ക് ദാറ്റ് ഡിഫറെന്റ് ഐറ്റംസ് വി വിൽ ബൈ ഫ്രം ദ ഷോപ്പ്. വി വിൽ ഈറ്റ് ഓർ വി വിൽ ക്യാരി ടു ഹോം. നമ്മൾ ഒന്നെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കും. അപ്പം നമ്മൾ അതിന് പൈസ കൊടുക്കണോ വേണ്ടിയോ? യെസ്. പക്ഷേ നമ്മൾ അവിടെ കയറി അവിടെ ഇരിക്കുന്ന ഭക്ഷണമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോരുന്നതിന് പൈസ കൊടുക്കണോ? No need. Okay. പക്ഷെ here this innkeeper is telling, you have to pay for the smell of my soup. എന്റെ സൂപ്പിന്റെ സ്മെല്ല് നിന്റെ ബ്രെഡിലേക്ക് മണം വന്നില്ലേ, ബ്രെഡിലേക്ക് സ്മെല്ല് വന്നു, സോ അതിന്റെ പൈസ തരണം എന്ന് പറഞ്ഞു. Is it judge? ഇത് ന്യായമാണോ? പൈസ കൊടുക്കണോ? ആക്ച്വലി അവൻ പൈസ കൊടുക്കണായിരുന്നോ? No. Oh, this man is very cunning man and very cruel, isn't it? He was a rude man. അതായത് ക്രൂവൽ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവന് കള്ളത്തരം ഒപ്പിച്ചു കൂട്ടാണ്. എന്നിട്ടോ and this Ali is telling, sir, I have no money. Someone has given this bread for me. I don't have any money. Sorry sir, I don't have money. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല സാറേ. ഉണ്ടായിരുന്നു, ഞാൻ സൂപ്പ് വാങ്ങുമല്ലായിരുന്നോ? സൂപ്പ് വാങ്ങാൻ പോലും പൈസ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്ന് പറഞ്ഞു. Then what happened? Okay, so നമ്മുടെ ഇൻകീപ്പർ എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് he took him to the court, to the judge. ഈ ഇൻകീപ്പർ എന്ത് ചെയ്തു? ഇവനെ വലിച്ചു കൊണ്ടുപോയിട്ട് ജഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോകണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജഡ്ജ്? ജഡ്ജ് എന്ന് പറഞ്ഞാൽ ആരാ? ജഡ്ജി ഇല്ലേ, വക്കീല്. ഓക്കെ, കോടതിയിൽ കൊണ്ടുപോകണം, മജിസ്ട്രേറ്റിന്റെ അടുത്തോട്ട് കൊണ്ടുപോകണം കേസ് വാദിക്കാൻ വേണ്ടിട്ട്. ആൻഡ് നസറുദ്ദീൻ ഹോജ,
Nasruddin Hoja was the judge, and this one is the judge, and what is his name? Nasruddin Hoja. What is the name of the judge? Nasruddin Hoja, and Nasruddin Hoja was the judge, and he was a wise man. ഈ നസ്രുദ്ദീൻ ഹോജ ഒരു വളരെ നല്ല അറിവുള്ള നല്ല വ്യക്തിയായിരുന്നു. And what is that? Nasruddin Hoja was the judge. Okay, so he asked, why, innkeeper, why did you bring this man? ഈ മനുഷ്യനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, ഈ കുട്ടീനെ എന്തിനാ കൊണ്ടുവന്നത്, അല്ലിനെ എന്തിനാ കൊണ്ടുവന്നെന്ന് ചോദിച്ചപ്പോൾ, and he was explaining, this one is the innkeeper, and he was explaining all the story. ഇവൻ എന്റെ ഹോട്ടലിൽ കയറി വന്നിട്ടല്ല, ഇന്നിൽ കയറി വന്നിട്ട് എന്റെ സൂപ്പ് മോഷ്ടിച്ചു, എങ്ങനെയാണ് മോഷ്ടിച്ചു എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ജഡ്ജി ചോദിച്ചു, നസ്രുദ്ദീൻ ഹോജ. Then he explained all this, എല്ലാം വിശദീകരിച്ചു കൊടുത്തു, എല്ലാം പറഞ്ഞു. So he listened patiently to the innkeeper's complaint. Patiently means വളരെ ക്ഷമയോടെ, വളരെ കൃത്യമായിട്ട് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. Then okay, so the judge then asked, so are you demanding money for the smell for your soup? നിന്റെ സൂപ്പിന്റെ സ്മെല്ലിന് നീ പൈസ ചോദിക്കുവാണ്, ഇപ്പം നിനക്ക് പൈസ വേണമെന്നാണോ ഡിമാൻഡ് ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, then yes, what was his reply? Yes, so see, Nasruddin Hoja, the judge, has taken some money. ഇപ്പൊ നോക്കിക്കേ, കുറെ പൈസ എടുത്ത് കയ്യിൽ കണ്ടോ, ഇതിനകത്ത് മൊത്തം പൈസയാണ്. ഓക്കെ, okay, what he did, he took a bag full of money. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ നമ്മുടെ പോലത്തെ പേഴ്സിലൊന്നും അല്ല പൈസ വെക്കുന്നത്, ഇങ്ങനെ കിഴി കെട്ടിയിട്ട് തുണിക്കകത്തൊക്കെ കിഴി കെട്ടിയിട്ടായിരുന്നു പൈസ വെച്ചിരുന്നത്, അല്ലെ? സോ he took a bag of coin money, and he shook it. Shook means what? Shake. Shook എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? What is the meaning of shake? Shake means കുലുക്കുക. അപ്പൊ ഇത് പൈസ എടുത്ത് കുലുക്കി. Everyone could hear the clinking of the coins. What is the meaning of clinking? Clinking means sound of coin. കോയിന്റെ നമ്മുടെ കയ്യിൽ 2-3 കോയിൻ ഉണ്ട്, ഇങ്ങനെ കുലുക്കിയ സൗണ്ട് വരികയല്ലേ, that sound is known as clinking. So clinking of the coins. Okay, നിങ്ങൾ കേട്ടില്ലായിരുന്നോ സൗണ്ട്? കേട്ടായിരുന്നോ? No. കേട്ടില്ലേ ഇപ്പം? Yes. No. No. മിണ്ടാതെ. ആവശ്യമില്ലാതെ അൺമ്യൂട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞ അത്യാവശ്യ കാര്യത്തിന് മാത്രമേ അൺമ്യൂട്ട് ചെയ്യാവുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും നോ 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 പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പൊ ഈ സൗണ്ട് കേൾക്കാത്തെ? എന്താ എന്തേ പറഞ്ഞു? അവർ പറയുന്നതും കേൾക്കുന്നില്ലല്ലോ. അതെന്താ കേൾക്കാത്ത? നിങ്ങൾ ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ല ഷിഫാന? Yes. ശരി, all of you mute yourself. All of you mute yourself. ഇനി ആരും അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ല കേട്ടാ. മ്യൂട്ട് ചെയ്തു. ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ, ഇപ്പൊ കേട്ടില്ലേ കോയിൻ ഷേക്ക് ചെയ്യുന്ന സൗണ്ട്, ക്ലിങ്കിങ് സൗണ്ട്? ഓക്കെ, സോ എല്ലാവർക്കും കേട്ടു. ഇതെന്തുവാ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ നോ 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 വെച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല അൺമ്യൂട്ട് ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ നിങ്ങൾ അവിടെ നോ 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 വെച്ചോണ്ടിരുന്ന ഇവിടുന്ന് പറയുന്നത് കേൾക്കുവോ മക്കളെ? സോ ഇവിടെ ഇപ്പം ഇവർക്ക് എല്ലാവർക്കും സൗണ്ട് കേട്ടു. ഇതാ
ഇനിയിപ്പം പറയാണ് ഹിയർ ഈസ് യുവർ പേയ്മെന്റ്. ഓൾ റൈറ്റ്, ഹിയർ ഈസ് യുവർ പേയ്മെന്റ് എന്ന് പറഞ്ഞാല് അവന്റെ സൂപ്പിന്റെ സ്മെല്ല് വന്നത് കൊണ്ട് നീ പൈസ കൊടുക്കണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഓക്കെ, നിനക്ക് പൈസ തരാം. ഈ ബാഗ് ഓഫ് മണി ഹി ഷുക്ക്, അതായത് അവരുടെ കയ്യിലിരുന്ന പണസഞ്ചി എടുത്ത് ഇങ്ങനെ കിലുക്കിയപ്പോ പറഞ്ഞു ഓക്കെ, സൗണ്ട് കേട്ടില്ലേ, അത് മതി, നിനക്ക് പൈസ തരണ്ട, ആ സൗണ്ട് കേട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? Okay, so he is telling the court is dismissed. That means the court is closed now. എന്ന് പറഞ്ഞാൽ ഉരുളക്ക് ഉപ്പേരി പോലെയുള്ള മറുപടി കൊടുത്തു. അതായത് അതിലെ എടുത്തോണ്ട് പോയപ്പോൾ ആ സൂപ്പിന്റെ സ്മെല്ല് ഈ ബ്രെഡിൽ കിട്ടിയത് കൊണ്ട് എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് പൈസ കൊടുക്കുന്നതിന് പകരം ഇതുണ്ടോ പൈസയുടെ സൗണ്ട് കേട്ടില്ലേ, ഇനി വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ദുഷ്ടനായി അവന് പണി കിട്ടി അല്ലേ? വെറുതെ അവന് പൈസ കിട്ടുവോ? ഇല്ല. So Nasiruddin Hoja was a very wise man. He was a wise man. Okay. So our story is over. നമ്മുടെ സ്റ്റോറി ഇതാണ്. മനസ്സിലായി നിങ്ങൾക്ക്? മിസ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പറയാം. അതായത് അലി വാസ് എ പുവർ ബോയ്, ഹി ഹാഡ് നോ പേരൻസ് ആൻഡ് ഓള്. അപ്പൊ അവനിങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഒരു ദിവസം അവനിങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എനിക്ക് നല്ലൊരു ഭക്ഷണം കൊണ്ടു തരണേന്ന് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്താ കൊണ്ടു കൊടുത്തേ? അവന് ബ്രെഡ് കൊണ്ടു കൊടുത്തു. സോ ഹി തോട്ട് ഹൗ ഐ ഹാവ് ടു ഈറ്റ് ദിസ് ബ്രെഡ്, ഇഫ് ഐ ഗെറ്റ് എ സൂപ്പ് ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ടേസ്റ്റി. ബ്രെഡ് ആൻഡ് സൂപ്പ് വുഡ് ബി ടേസ്റ്റി. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ഇൻകീപ്പറിന്റെ അടുത്ത് ചെല്ലുന്നു. ഇൻകീപ്പർ വാസ് നോട്ട് എ ഗുഡ് മാൻ, ഹി വാസ് എ വെരി റൂഡ് മാൻ. റൂഡ് മീൻസ് വെരി ക്രൂവൽ, ദുഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സൂപ്പൊക്കെ എടുത്തോണ്ട് പോയപ്പോ പറഞ്ഞു നോ 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 ബെഗേഴ്സ്, ഗോ 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 ഗോ, ഡോണ്ട് കം ടു ദ ഇൻ, യു ഗോ 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 എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിടുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല സാറേ, ഞാൻ ബെഗർ ഒന്നുമില്ല, എനിക്ക് ഇച്ചിരി ബ്രെഡ് വേണം എന്ന് പറഞ്ഞാൽ, സോറി എന്താ പറയണ്ടേ, സൂപ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ കൊടുത്തില്ല, ഓടിച്ചു വിടുകയാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോൾ ഈ ബ്രെഡ് അവൻ ആ സൂപ്പ് വെച്ചിരുന്ന പാത്രത്തിന്റെ മേളിൽ വെച്ച് അവര് കുറച്ച് സ്മെല്ലെങ്കിലും അടുത്ത് വരുമ്പോൾ കിട്ടിക്കൂല, എനിക്ക് സൂപ്പാ കിട്ടുന്നില്ല, ഇച്ചിരി സ്മെല്ലെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഇൻകീപ്പർ വാസ് വെരി ആംഗ്രി ആൻഡ് വാട്ട് ഹി ഡിഡ്, he told you have to pay money for that. അപ്പൊ നീ എന്റെ സൂപ്പിന്റെ മണമൊക്കെ നീ കിട്ടിയല്ലേ, എന്നാ നീ എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണോ? നോ, അല്ല. അപ്പൊ എന്ത് ചെയ്തു? എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല സാറേ, ഐ എം വെരി പുവർ, ഐ ഹാവ് നോ മണി സർ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ദെൻ യു ആർ എ സ്റ്റീലർ, പൈസയില്ലെന്നൊരു നീ മോഷ്ടിക്കുമല്ലേ ചെയ്തത്, സോ യു ആർ എ തീഫ് എന്ന് പറഞ്ഞു. അയ്യോ സോറി, ഐ ആം നോട്ട് എ തീഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്തു? ഇയാൾ ദേഷ്യം വന്നിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് ജഡ്ജിന്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്, വലിച്ചു കൊണ്ടുപോകാണ്. അപ്പൊ ജഡ്ജിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ജഡ്ജിന് മനസ്സിലായി ഇവൻ ദുഷ്ടനാണ്, ശരിക്കും ഇവന് പൈസ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, because he has not given the soup. soup കൊടുത്താലേ പൈസ കൊടുക്കേണ്ടതുള്ളൂ. He has not given the soup. So what he did, then what we will do, നിനക്ക് നിനക്കിപ്പം സൂപ്പിന്റെ സ്മെല്ലിന് പൈസ വേണമെന്ന് ചോദിച്ചു. യെസ്, then I will do, ഞാൻ തരാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? പണത്തിന്റെ സഞ്ചി എടുത്തിട്ട് ഇങ്ങനെ കിലുക്കി കേൾപ്പിച്ചു. അപ്പൊ ഇതിനകത്ത് പൈസയുണ്ട്, പൈസയുടെ ശബ്ദം കേട്ടില്ലേ, സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ, അത് മതി, നിനക്ക് പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു കൊടുത്തിട്ട്. അപ്പൊ അവന് നാണക്കേടായി അല്ലെ, മോശമായി പോയില്ല, എല്ലാവരുടെ മുന്നിൽ മോശമായില്ലേ ഇനി വരും. സോ ഇതിന്റെ അർത്ഥം എന്താണ്? വി ഷുഡ് നോട്ട് ബി ക്രൂവൽ ആൻഡ് കണ്ണിങ്. നമ്മള് മറ്റുള്ളവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ പാടില്ല. അവരും പാവങ്ങളല്ലേ, പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ലേ അവന് സൂപ്പൊന്നും വാങ്ങാഞ്ഞേ. അപ്പൊ ഓക്കെ, സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ലെസൺ വേഗം ഒന്ന് വായിക്കാം, മിസ് വായിച്ച് കേൾപ്പിക്കാം, മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സോ ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 1, ഫസ്റ്റ് മുതൽ മിസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കും. നമ്മൾ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഇറ്റ് വാസ് എ കോൾഡ് വിന്റേഴ്സ് ഡേ. ആസ് ഓൾവേസ് Ali was dreaming of a hot meal. Now Ali thought to himself, bless you, here, please take this. Bless you, good man. So if only I could have a bowl of soup, then I would have a full meal. Ali went to the nearest inn.
The innkeeper was rude. Shoo, no beggars, move away. Sorry, move along quickly. He is telling move along quickly. Quickly means fast. പെട്ടെന്ന് പെട്ടെന്ന് ഇവിടുന്ന് പോയ സ്ഥലം കാലിയാക്കിയ എന്ന് പറഞ്ഞു. ഇടയ്ക്കൊക്കെ ആരൊക്കെ എണീറ്റ് പോകുന്നുണ്ടല്ലോ, എന്താ പരിപാടി? Ali's stomach growled with hunger. I will hold this loaf over the steam. Maybe the flavor of this delicious soup will soak into the bread. അപ്പൊ കൃഷ്ടിക്കുട്ടോ ആ പെൻസിലൊക്കെ താഴെ വെക്കുമ്പത്തേ ക്ലാസ് ശ്രദ്ധിക്കും. മിസ് വായിക്കുമല്ലേ? ഇതിന് ശേഷം ഉണ്ടല്ലോ എല്ലാവരും ഈ ലെസൺ വായിക്കണം. എന്നിട്ട് മിസ്സിന് വോയിസ് വിടണം കേട്ടോ. വായിക്കുന്ന ലെസൺ വായിക്കുന്ന അമ്മേനെ വായിച്ച് കേൾപ്പിക്കണം. എന്നിട്ട് മിസ്സിന് വോയിസ് വിടണേ. ഓക്കെ. The innkeeper howled in anger. You see, you soup stealer. Sir, I am no thief. I was only trying to capture the flavor from the steam. The cunning innkeeper suddenly had an idea. You need to pay for the smell of my soup. But sir, I have no money to pay. Angered by Ali's reply, the innkeeper dragged him to the court. Dragged എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോകുക. അവനെ ജഡ്ജിന്റെ അടുത്തോട്ട് കോർട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. Nasruddin Hoja was the judge. He listened patiently to the innkeeper's complaint. Are you demanding payment for the smell of your soup? സൂപ്പിന് നീ പൈസ ഡിമാൻഡ് ചെയ്യണോ? പൈസ വേണമെന്നാണോ നീ ആവശ്യപ്പെടുന്നത്? മെഹറിൻകുട്ടി എവിടെ പോയി മുത്തേ? കാണുന്നില്ലല്ലോ ഏക്കരെ. ഇവിടെ ഉണ്ടാവും. Nasruddin Hoja took out a bag of coins and gave it to good Sheikh. Everyone could hear the clinking of the coins. So coins in the clinking sound കേട്ടു എല്ലാവരും. All right, here is your payment. The sound of these coins in exchange for the smell of your soup. Now the court is dismissed. So this is all about a lesson. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. പറഞ്ഞോ, മിസ് പറഞ്ഞു തരാം. എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? ഏതെങ്കിലും വാക്കിന്റെ അർത്ഥമോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ മീനിങ്സ് മിസ് ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടും. ഷിഫാന കേട്ടില്ല മുത്തേ? എന്താ മോളെ? രണ്ടുപേരും സംസാരിച്ചതുകൊണ്ട് വരില്ല. ഷിഫാന ടീച്ചറിന്റെ പേര് മേഴ്സി. ഓക്കെ. ടീച്ചറെ മീനിങ് ഒക്കെ ക്ലാസ്സില് അല്ല, ഇപ്പൊ നമുക്ക് അതെല്ലാം കൂടെ ക്ലാസ്സിൽ എഴുതി തരാൻ സമയമില്ല. അതുകൊണ്ട് ക്ലാസിന്റെ ഗ്രൂപ്പിൽ മിസ് ഇട്ട് തരും. എന്റെ മക്കളെ, മിസ് പറയുന്നതിനിടയ്ക്ക് മിസ്സെ വിളിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും പറയാൻ നടക്കുവോ? ഒന്നെങ്കിൽ മിസ് നിർത്തി കഴിഞ്ഞ് പറ, അല്ലെങ്കിൽ മിസ് സംസാരിക്കാത്തപ്പം പറ. ഓക്കെ, ടീച്ചർ പറയാം. മിസ് ഈ അർത്ഥമെല്ലാം ക്ലാസിന്റെ ഗ്രൂപ്പിലേക്ക് ഇടും. നിങ്ങൾ അതെല്ലാവരും നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ. ഓക്കെ. ഇനി ആരായിരുന്നു മിസ്സെ വിളിച്ച ആള്? പറഞ്ഞു, വേഗം പറ. അതിനാണോ അത്ര? പറഞ്ഞ മുത്ത, അടുത്ത ആള് പറ, വേഗം പറ. എന്റെ അമ്മ ഇവിടെ ഇല്ല, വന്നിട്ട് അയച്ചുതരാൻ വായിച്ചത്. ഓക്കെ 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 ഓക്കെ, ശരി. ഇനി നിങ്ങൾ ഇത് നാളെ എനിക്ക് അയച്ചു തന്നാലും മതി കേട്ടോ. നാളെ വരെ സമയമുണ്ട്. പക്ഷേ എവറി സ്റ്റുഡന്റ് എല്ലാവരും എനിക്ക് അയച്ചു തരണം. അത് ക്ലാസ് ഗ്രൂപ്പിൽ ആരും അയക്കണ്ട. മനസ്സിലായല്ലോ? മിസ് പറയുന്ന മുഴുവൻ കേൾക്കാം. മിസ് പറയുന്ന മുഴുവൻ മക്കൾ കേട്ടിട്ട് മിസ് എന്ന് വിളിക്കുക. ആരും നോട്ട്സ് ക്ലാസിന്റെ ഗ്രൂപ്പിൽ, തേർഡ് സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ട. മിസ് നോക്കൂല അത്. കാരണം ഒരുപാട് നോട്ട്സ് അതിനകത്ത് കിടപ്പുണ്ട്. അതിനിടയ്ക്ക് ചെക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. മക്കള് മിസ്സിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തരിക. കേട്ടല്ലോ? മിസ്സിന്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ എല്ലാം നമ്മുടെ തേർഡ് സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിലുണ്ട്. അതിൽ നോക്കിയിട്ട് അതിൽ തന്നെ വേണം അയക്കാൻ. ഒരാൾ പോലും മിസ് ആവാൻ പാടില്ല. നാളെ മിസ് വിളിക്കാൻ ഇടവരുന്നത്. ഓക്കെ? എന്റെ നോട്ട് അയക്കാത്തേന്ന് ചോദിച്ചോണ്ട് മിസ് വിളിക്കാൻ നിക്കണ്ട. നിങ്ങൾ വേഗം ഇങ്ങോട്ട് അയച്ചു തന്നാ മതി. കേട്ടല്ലോ? ഒരാള് പോലും മറന്നു എന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറയില്ലേ കേട്ടോ.
നാളെയും കൂടെ സമയമുണ്ട്, നാളെ വൈകുന്നേരം ആകുമ്പത്തേനും അയച്ചാലും മതി. ഓക്കെ, ഇനി എന്താ? മിസ്സേ യെസ് മൈ ഡിയർ. മിസ്സേ ഞാൻ ഈ ക്ലാസ്സിന്റെ പകുതിയേ കേറിയുള്ളൂ. സാരമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മോനൊരു കാര്യം ചെയ്താൽ മതി, ലേറ്റ് ആയിട്ട് കയറിയവരും കയറാത്തവരൊക്കെ യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ. അജിത് ജോസഫ് മോനെ, കുഞ്ഞിനൊരു കുഞ്ഞുമാവൻ കൂടി ആയിട്ടുണ്ട് അല്ലേ, ഒരനിയും കുഞ്ഞും കൂടെ അല്ലേ? വെയിറ്റ് അല്ല കുഞ്ഞാ? ആൺകുഞ്ഞി, ഞാൻ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ട്. വെരി ഗുഡ്. ഞങ്ങളുടെയൊക്കെ ചക്കരയമ്മ കൊടുക്കണം കേട്ടോ കുഞ്ഞുമാവയ്ക്ക്. ഓക്കെ എടാ, ഇനി ആർക്കെന്താ വേഗം പറ. അതല്ല ഇത്ര നേരം പറഞ്ഞത്, ടീച്ചർ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരും, അത് നോക്കി എഴുതുക. ഓക്കെ? Yes. All of you take your pencil, please. All of you take your pencil. No more talking now. Take your pencil. All should write in your test book with pencil only. No pen. പുസ്തകത്തിൽ ആരും പെൻ ഉപയോഗിച്ച് എഴുതില്ല മക്കളെ. കാരണം എന്താന്ന് വെച്ചാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. തെറ്റിപ്പോയാൽ പിന്നെ തിരുത്താനും ബുദ്ധിമുട്ടാണ്. പെൻസിൽ ആണെങ്കിൽ യു ഹാവ് എറൈസർ, യു കാൻ റബ് ആൻഡ് റീറൈറ്റ് ഇറ്റ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ പെൻസിൽ നൗ പ്ലീസ്. ഫാസ്റ്റ്ലി. നമുക്ക് ഒരുപാട് സമയം കിട്ടത്തില്ല, വീക്കിലി 2 periods ഉള്ളൂ. നമ്മുടെ പോർഷൻസ് എല്ലാം തീർക്കേണ്ടതല്ലേ. ഓക്കെ, സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പേജ് എത്രയായിരുന്നു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? ഇതിനകത്ത് പേജ് ഒന്നും കാണുന്നില്ല. 7. അതിനകത്ത് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ടോക്ക് അബൌട്ട് ഇറ്റ്. ലിസൺ ടു യുവർ ടീച്ചർ. റീഡ് ഔട്ട് സെക്ഷൻ 1. റൈറ്റ് യെസ് ഓർ നോ. ടീച്ചർ പറയുമ്പോൾ യെസ് എങ്കിൽ യെസ് എഴുതണം, നോ എങ്കിൽ നോ എഴുതണം. ടീച്ചർ പറഞ്ഞു കേട്ടിട്ടേ എഴുതാവുള്ളൂ കേട്ടോ മക്കളെ, ചാടിപ്പിടിച്ച് എഴുതരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ക്ലാസ് 2 minutes ഇനി ബാക്കിയുള്ളൂ, ആ സമയത്ത് നമുക്ക് എഴുതാം. അലി ഈസ് എ റിച്ച് മാൻ. വാസ് അലി എ റിച്ച് മാൻ? അലി റിച്ച് മാൻ ആയിരുന്നോ? റിച്ച് മാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങളെ പോലെ വലിയ കാശൊക്കെ ഉള്ള ആൾക്കാര്. അലി റിച്ച് മാൻ ആയിരുന്നോ? എവിടെ ആരൊക്കെ ചിരിക്കുന്നു? റിച്ച് മാൻ, നിങ്ങളെ പോലെ റിച്ച് മാൻ എന്ന് പറഞ്ഞപ്പോ റിച്ച് അല്ലേ നിങ്ങളൊക്കെ? Yes, you have father, you have mother, brother or sister, you have house, you have plenty of money, you have plenty of dress, enough food to eat. പിന്നെ റിച്ച് അല്ലേ നമ്മളൊക്കെ? But what about Ali? Ali rich ആയിരുന്നോ? No. So you write no there. No എഴുത്. No. വേമേന്ന് എഴുതിക്കോണേ. എഴുതാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള മമ്മീനെയോ ആരെങ്കിലും ഹെൽപ്പിന് വിളിക്കാം. പക്ഷെ നിങ്ങൾ തന്നെ എഴുതിക്കോണം. അവര് ഹെൽപ്പ് പറഞ്ഞു തന്നോട്ടെ, പക്ഷെ യു ഹാവ് ടു റൈറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, അവിടെ നോ. ഡിഡ് യു റൈറ്റ് നോ? Second question, a kind man gives Ali a loaf of bread. A kind man gave a piece of bread to Ali. അലിക്കൊരു നല്ല മനുഷ്യനൊരു പീസ് ബ്രെഡ് കൊടുത്തു. True or false? Sorry, yes or no? Yes. Right, yes. Right, yes. Second answer is yes. അറിയോ എവിടെ എഴുതുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഇതാ ഇവിടെ. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് യെസ്. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാക്കും മക്കളെ. തേർഡ് വൺ, ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വാസ് ഇറ്റ് റെയിനിങ്? No. Then write no there. Third one is no. And the next fourth question is Ali tries to steal some soup. Ali soup മോഷ്ടിക്കാൻ നോക്കി.